അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് കൊടുത്ത ധാരാളം നിഅമത്തുകൾ, അതിലേറ്റവും വലിയ നിഅമത്തുകളിൽ ഒന്നാണ് അല്ലാഹു തആല അവന് 2 കണ്ണുകൾ നല്ല പവറുള്ളതായി കൊടുത്തു എന്നത്. പക്ഷേ ആ ഉള്ള കണ്ണിന് നല്ല തിളക്കം ലഭിക്കുക എന്നതും അതേപോലെ തന്നെ നല്ല കാഴ്ച ലഭിക്കുക എന്നുള്ളതും ഏതൊരാളും ആഗ്രഹിക്കുന്നതുമാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഏറ്റവും ചെറിയ ഒരു സൂറത്ത്, വിശുദ്ധ ഖുർആനിലുള്ള ഏറ്റവും ചെറിയ സൂറത്ത്, ഒരു മീം പോലും ഇല്ലാത്ത സൂറത്ത് അത് മാത്രമേ ഖുർആനിലുള്ളൂ. ബാക്കി ഏത് സൂറത്ത് എടുത്ത് നോക്കിയാലും മീം ഉണ്ടാവും. എന്നാൽ മീം എന്നുള്ള ഒരു അക്ഷരം ഇല്ലാത്ത ഒരു സൂറത്ത് അത് സൂറത്തുൽ കൗസറാണ്. ഇന്ന അഅ്തൈനാക്കൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. ഇതിൽ മീമില്ല. ആ മീം ഇല്ലാത്ത ആ ഒരു സൂറത്ത് അത് അല്പം പനിനീരെടുത്ത് ആ പനിനീരിലേക്ക് മന്ത്രിക്കുക. ഖസീനത്തുൽ അസ്റാർ എന്ന കിതാബിലൊക്കെ വ്യക്തമായി എഴുതി വെച്ചത് കാണാം, പനിനീർ മന്ത്രിച്ചുകൊണ്ട് കണ്ണിലുറ്റിക്കുക എന്ന്. അപ്പോൾ നമ്മൾ സൂറത്തുൽ കൗസർ ഓതിയിട്ട് ഓരോ പ്രാവശ്യം ഓതുമ്പോഴും പനിനീരിലേക്കൊന്ന് ഊതി കൊടുക്കുക. അല്പം പനിനീരെടുത്താൽ മതി. അങ്ങനെ 11 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് നമ്മളതിലേക്ക് ഓതുക. ചൊല്ലി ഖുർആൻ ഓതിയിട്ട് സൂറത്തുൽ കൗസർ ഓതിയിട്ട് ഓതുക. എന്നിട്ട് ഊതിയ ആ പനിനീര് എല്ലാ ദിവസവും 2, 3, 4 പ്രാവശ്യമായി ഓരോ തുള്ളി വീതം 2 കണ്ണിലും ഒറ്റിച്ചു കൊടുക്കാം. നമുക്ക് എപ്പോഴൊക്കെയാണ് സമയം കിട്ടുന്ന ആ സമയത്ത് ഒറ്റിച്ചു കൊടുക്കാം. അങ്ങനെ പനിനീർ, ഈ സൂറത്ത് ഓതിയ പനിനീർ നമ്മൾ നിത്യമായി ഇങ്ങനെ കണ്ണിൽ ഒറ്റിച്ചാൽ നല്ല പവർ, നല്ലൊരു തിളക്കം കണ്ണിനുണ്ടാകും, നല്ല കാഴ്ചയും കണ്ണിനുണ്ടാകും. മഹാന്മാർ വിശദീകരിച്ചത് കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചികിത്സകൾ കൂടുതലും പരിശുദ്ധ ഖുർആനിലൂടെ ആയാൽ അതൊരുപാട് ഭാഗ്യം നമുക്കുണ്ടാകും എന്നതാണ്. ഏറ്റവും കുറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതുക എന്നത് തന്നെ ഒരു ഭാഗ്യമാണല്ലോ. ഖുർആൻ ഓതാൻ കഴിയാവുന്ന ഏറ്റവും വലിയ പുണ്യമാണല്ലോ. ആ പുണ്യം ഏതായിരുന്നാൽ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അതുപോലെ മഹാന്മാർ പറഞ്ഞ ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഗുണഫലം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ.